സുരേഷ് ഗോപി നായകവേഷത്തിലെത്തുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിർണായകമായ തീരുമാനങ്ങളുണ്ടായിരിക്കുകയാണ്. ഈ സെൻസർ ബോർഡിന് മുന്നിൽ സിനിമയുടെ നിർമ്മാതാക്കൾ വഴങ്ങിയിരിക്കുന്നു. സിനിമയുടെ പേര് മാറ്റാൻ നിർമ്മാതാക്കൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സംസ്ഥാന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ബി രാഗേഷാണ്. ഈ സിനിമ സെൻസറിംഗ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ഒരു നീക്കമാണ് നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായ താങ്കൾ ആ തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത്? അതെ, മെയിൻലി നിർമ്മാതാക്കളെ ബാധിക്കുന്നതാണ് ആദ്യം ഈ പ്രശ്നം. ഇത് മലയാള സിനിമയിലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നേരിട്ട ഒരു സംഭവമാണിത്. ഈ പ്രൊഡ്യൂസർ ഇപ്പോൾ സറണ്ടർ ആകേണ്ടി വരുന്നതാണ്. അല്ലാതെ പ്രൊഡ്യൂസർ പോയി സറണ്ടർ ആയെന്ന് വെച്ചാൽ അയാളുടെ ഒരു നല്ല സമയത്ത് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമ ഈ മഴക്കാലത്തും ഈ മഴയുടെ കെടുതികളുള്ള സമയത്ത് റിലീസ് ചെയ്യേണ്ടി വരികയാണ്. ഇത്രയും നാൾ വെച്ചുകൊണ്ടിരുന്നതിനുള്ള അയാളുടെ സാമ്പത്തിക നഷ്ടം എന്നൊക്കെ പറയുന്ന ഭീമമായ നഷ്ടമാണ് അയാൾക്കുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് അയാൾ നിർബന്ധിതനായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ അയാൾ ചെയ്തൊരു സിനിമയുടെ പേര് മാറ്റാൻ എന്ന് അയാൾ തയ്യാറാണെന്ന് സെൻസർ ബോർഡിനെയും കോടതിയെ അറിയിക്കുന്നതെന്ന് വെച്ചാൽ അയാളുടെ ഒരു അവസ്ഥയാണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അയാൾ ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല എങ്കിലും അത് ഒരു അവസ്ഥ മനസ്സിലാക്കുന്നതുകൊണ്ട് അതിനെ വിമർശിക്കുന്നില്ല. ഈ സിനിമ ഈ സെൻസർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ മേഖല ഒന്നടങ്കം ഒപ്പം നിന്നിരുന്നു. ഈ സിനിമയ്ക്കൊപ്പം പല സംഘടനകളും പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. അപ്പം ഇത്തരത്തിലൊരു തീരുമാനം സിനിമാ നിർമ്മാതാവ് എടുക്കുമ്പോൾ ആ തീരുമാനത്തിനൊപ്പമുണ്ടോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ? തീർച്ചയായിട്ടും പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്നല്ല, ഇത് മലയാള ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത് മലയാള സിനിമയാണ്ട് മലയാള ഇൻഡസ്ട്രി ഒന്നടങ്കം ഇതിന്റെ കൂടെ നിൽക്കും. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ഇത് രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന്റെ പിന്നിൽ, അതായത് സെൻസർ ബോർഡിന്റെ ചെയർമാൻ രാജേന്ദ്ര സിംഗും പ്രസൂൽ ജോഷി, ഇവരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ. ഇതിനകത്ത് ഗവൺമെന്റ് അറിഞ്ഞാണെന്ന് പോലും ഞങ്ങൾ കരുതുന്നില്ല. ഈ ഉദ്യോഗസ്ഥരാണ് ഇത്രയും വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇങ്ങനെയുള്ള നടപടി ഉണ്ടായ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ഞങ്ങൾ ഇതുകൊണ്ട് നിർത്തുന്നതല്ല. ഇത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈനിന് വിരുദ്ധമായിട്ട് സിനിമയിൽ എന്ത് കട്ടുണ്ടായാലും ഞങ്ങൾ പ്രതിഷേധിച്ചിരിക്കും. ഈ സിനിമാ മേഖലയിലെ സെൻസർഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്കെതിരെ ഉണ്ടായ ഒരു സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്ന നിയമ പോരാട്ടത്തിൽ സെൻസർ ബോർഡിന് വഴങ്ങിയിരിക്കുകയാണ് നിർമ്മാതാവ്. ഇതൊരു കീഴ്വഴക്കം സൃഷ്ടിക്കില്ലേ മലയാള സിനിമയിൽ? എന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ആൾ എത്ര നാളെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യും. നിങ്ങൾ ചെറിയൊരു കാര്യമല്ല, ഒരു സിനിമ റിലീസ് ചെയ്യാൻ വെച്ചിട്ട് അതിന് നീണ്ടുപോകുന്നെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അയാളുടെ ഒരു അവസ്ഥയിലാണ് അയാളത് ചെയ്തു പോയത് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ എനിക്ക് അതിനെ പലർക്കും വിമർശിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് അതിനകത്തൊരു പരിധി ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഈ നിർമ്മാതാവ് കീഴടങ്ങിയതിനോട് വിയോജിപ്പുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അദ്ദേഹത്തോടൊപ്പം പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞില്ല, ഒരു അവസ്ഥ മനസ്സിലാക്കി നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ നിവർത്തികേട് കൊണ്ടാവും അദ്ദേഹം സറണ്ടർ ആയെങ്കിൽ അത് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പൊ ഞാനും അറിയുന്നത്. പേര് മാറ്റാന്നൊക്കെ പുള്ളി സമ്മതിച്ചു എന്നാണ്. ഈ സെൻസർ ബോർഡിന്റെ ഇത്തരം തീരുമാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടരും. തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ട്, അതായത് പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്നുള്ളതല്ല, ഫെഫ്ക, അമ്മ തുടങ്ങിയ എല്ലാ സംഘടനകളും, മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഫിലിം ചേംബർ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഇതിനെതിരെ ശക്തമായി ഉണ്ടാവും. തീർച്ചയായും. എന്തായാലും ഈ സിനിമ സെൻസർ ബോർഡിനോട് കീഴടങ്ങിയ നിർമ്മാതാവിന്റെ നടപടിയോട് യോജിപ്പില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ക്യാമറ പേഴ്സൺ മാഹിനൊപ്പം റാഫി കരീം, 24 കൊച്ചി.